ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇൻഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൗണ്ടിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. പനി ആയതുകൊണ്ട് സൗണ്ട് മാറിയിട്ടുണ്ട്. അതെന്തായാലും കാര്യമാക്കണ്ട. സ്റ്റോറി നല്ലതാണോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ നഗരം കാണിക്കാണ്. ഇപ്പോൾ അവിടെയുള്ള റോഡിലൂടെ ഒരു പെൺകുട്ടി, ശരീരം മുഴുവൻ ചേറും ചെളിയും, അവൾക്ക് എന്തോ സംഭവിച്ചതുപോലെ അവൾ നല്ലതുപോലെ പേടിച്ച് പതിയെ പതിയെ ആ റോഡിലൂടെ നടന്ന് ഈ നഗരത്തിലേക്ക് എത്തുന്നു. അവിടെ വന്ന് നിന്നതിന് ശേഷം അവൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയത്തില്ല. ഇപ്പം ആ പെണ്ണിന്റെ പിറകെ ഒരു പോലീസുകാരൻ വന്നിട്ട് അവളോട് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി അവൾ പറയാതെ ഇതുപോലൊരു ശബ്ദം ഉണ്ടാക്കുന്നു. അവിടെ വെച്ച് ഈ മൂവിയുടെ പേരെഴുതി കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. പോലീസുകാരിയാണ്. നേരത്തെ മഴയിൽ നനഞ്ഞു വന്ന ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവളെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. അവളുടെ കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഹീറോയിനാണ്. ഇപ്പോൾ ഹീറോയിൻ തൻ്റെ സീനിയറിന് വേണ്ടിയിട്ട് വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. കുറേ കഴിയുമ്പോൾ അവിടേക്ക് സീനിയർ വരുന്നു. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ സാമുവൽ. അവനും ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്, ഹീറോയിൻ്റെ സീനിയർ. അല്ല, ആ പെണ്ണിനെ പറ്റി എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അവൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഓക്കെ, ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു പോലീസുകാരി പറയും അതെ സാർ, അത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പെണ്ണിന്റെ പേര് സായ. 3 മാസങ്ങൾക്ക് മുന്നെയാണ് അവളെ കാണാതായത്. അവളെ തട്ടിക്കൊണ്ടുപോയ ഒരാള് 3 മാസം അവളെ അടച്ചിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ആ പെണ്ണ് രക്ഷപ്പെട്ടു വന്നത്? അതുമല്ല, അവളുടെ ശരീരത്തിലുള്ള പാടുകൾ നോക്കുമ്പോഴത്തേക്കും അവളെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതുപോലെയാണ് കാണുന്നത് എന്ന് ഡോക്ടർ പറയും. അപ്പോൾ ഹീറോയിൻ സായയെ ഹോസ്പിറ്റലിൽ ചേർത്ത ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാളോട് പോയി ചോദിക്കും. അയാളുടെ പേര് ജോൺ എന്നാണ്. ഇപ്പോൾ ജോൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സായ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കാണാതായതിനു ശേഷം അവളുടെ അമ്മ പരാതി കൊടുത്തത് ജോണിനോടാണ്. അപ്പോൾ ജോൺ ഈ കേസ് അന്വേഷിക്കുമ്പോൾ സായ മരിച്ചുപോയി എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അവളെ ജീവനോട് കിട്ടിയതുകൊണ്ട് തന്നെ അവന് നല്ല സന്തോഷമുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിനും സായയുടെ അമ്മയോട് അവളെ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പറയാനായിട്ട് ചെല്ലുന്നു. അവരുടെ വീട്ടിലേക്ക് ചെന്ന് ആ കാര്യം പറയുമ്പോൾ അവർക്ക് അത്രയും സന്തോഷമുണ്ട്. ഉടനെ തന്നെ ഇവരോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് സായയെ കാണുമ്പോൾ അവളുടെ അമ്മയ്ക്ക് നല്ല സന്തോഷമായി. അപ്പോൾ മെയിൻ ചീഫ് ഉണ്ടല്ലോ, അയാൾ ഇവർ രണ്ടുപേരോടും സായയെ തട്ടിക്കൊണ്ടുപോയ അവർ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. അതുമല്ല, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കഥ നടക്കുന്നത് കൊറോണ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ ഭർത്താവിന് കൊറോണ സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ അവനിപ്പോൾ ഐസൊലേഷനിലാണ് കിടക്കുന്നത്. ഹീറോയെ പറ്റി നോക്കുവാണെങ്കിൽ ഹീറോയുടെ ഫാമിലി മറ്റൊരു നാട്ടിലാണുള്ളത്. അവൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നാട്ടിലുള്ളത്. അത് കഴിഞ്ഞ അടുത്ത സീനിലെ ഹീറോയിന് നേരെ പോകുന്നത് സായയെ കാണുക എന്ന് പറഞ്ഞ ആ സ്ഥലമുണ്ടല്ലോ, അവിടേക്കാണ്. ഇവിടെ വെച്ചാണ് സായയുടെ ബൈക്ക് ഇവർ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ സായയെ തട്ടിക്കൊണ്ട് പോയവൻ ഇവിടെ വെച്ചാണ് അവളെ കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഏരിയയിലെ ക്രിമിനൽസിനോട് സായയെ പറ്റിയെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്ന് ഒരു വിവരവും ഇവർക്ക് രണ്ടുപേർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ സ്ഥലങ്ങളിലെ അടുത്തായിട്ട് ഏതെങ്കിലും വീടോ മറ്റ് കെട്ടിടങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവർ ചുറ്റി നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് കാടിന് നടുവിലായിട്ട് ഒരു വലിയ ബിൽഡിംഗ് ഇവർ കാണുന്നത്. രണ്ടുപേരും നേരെ നടന്ന ആ സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ ബിൽഡിങ്ങിന് മുന്നിലായിട്ട് ഒരു വാൻ ഉണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഒരു വാൻ ഈ സ്ഥലത്ത് എങ്ങനെയാ എന്നിവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്ക് സംശയമായിട്ട് പതിയെ ആ ഒരു വാനിനടുത്തേക്ക് ചെന്ന് അത് തുറന്നു നോക്കുമ്പോൾ ആഹാ, അതിനകത്ത് ഒരു പെൺകുട്ടി കിടക്കുന്നു. പെട്ടെന്നാണ് ബിൽഡിങ്ങിനകത്ത് നിന്നും ഒരുത്തൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇത് കണ്ട ഹീറോയിനും ഞങ്ങൾ പോലീസാണെന്ന് പറയുന്നതും അവൻ പേടിച്ച് അകത്തേക്കോടും. ഹീറോയിൻ അവന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവന്റെ പിറകെ തന്നെ പോയിട്ട് അവനെ പിടിച്ച് കേസ് പെട്ടെന്ന് തന്നെ അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. ഇവൻ ആ ഒരു കിഡ്നാപ്പറൊന്നുമല്ല. ഇവൻ തന്റെ ഗേൾഫ്രണ്ടിനെയും കൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ആ പെണ്ണ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഇവിടെ വെറുതെ വന്നാണെന്നല്ല. അത് കേട്ട് ഇവർ രണ്ടുപേരും തിരിച്ച് കാറിനടുത്തേക്ക് നടന്നു വരുമ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഇവരെ വിളിക്കാണ്. സായ കണ്ണു തുറന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ നേരെ ആശുപത്രിയിലേക്ക് വന്നിട്ട് ഡോക്ടറിനോട് ചോദിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് അവൾ കണ്ണ് തുറന്നെങ്കിലും ഇപ്പോൾ നോർമലായിട്ടുള്ള അവസ്ഥയിലല്ല. ഈ സമയത്ത് ആ ഒരു കിഡ്നാപ്പറിനെ പറ്റി അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ മെന്റലി സ്റ്റേബിൾ ആയിട്ട് ചോദിച്ചാൽ പോരെ, അതെന്തായാലും അവൾക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഹീറോ പറയും ഇല്ല, സായ ആ ഒരു കിഡ്നാപ്പർ എങ്ങനെയുണ്ടെന്ന് വരച്ചോ അല്ലെങ്കിൽ അവന്റെ രൂപം എന്താണെന്നെങ്കിലും ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമുക്ക് പിടിക്കാൻ കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും എന്നുള്ള പേടിയാണ് ഹീറോയ്ക്കുള്ളത്. പക്ഷേ ഡോക്ടർ പറയും സോറി, സായയോട് എന്തായാലും സംസാരിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ ഹീറോ സായയുടെ അച്ഛനെ പറ്റി ചോദിക്കുമ്പോൾ ഹീറോയും പറയും സായയുടെ അച്ഛൻ മരിച്ചുപോയി, പക്ഷെ അവളുടെ അമ്മ 2ാമത് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോ പറയും സാധാരണ ഇതുപോലെയുള്ള കേസുകളിൽ ഈ 2ാം അച്ഛനാണ് നമ്മൾ കൂടുതൽ സംശയിക്കേണ്ടത്. കാരണം സായയുടെ അമ്മയും അവളുടെ 2ാം അച്ഛനും ഡിവോഴ്സ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സായയെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും സായയുടെ 2ാം അച്ഛനുണ്ടല്ലോ അയാളെ കാണാനായിട്ട് പോകും. അയാളോട് ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഭയങ്കര അഹങ്കാരത്തോടെയാണ് ഇവരോട് മറുപടി പറയുന്നത്. അതെ, ഞാനും അവൾ നല്ല രീതിയിൽ പോകത്തില്ലായിരുന്നു.
എനിക്കറിയാം സായ ഒരു ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അവളെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം എന്നെല്ലാം നമ്മുടെ ഹീറോ അയാളെ ചോദ്യം ചെയ്യാനായിട്ടാണ് വന്നത്. പക്ഷെ ചോദ്യം ചോദിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ നേരത്തെ തന്നെ ചെയ്തിട്ട് അതുപോലെയാണ് മറുപടി പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് വേറെ ചോദിക്കാനൊന്നും കഴിയാതെ രണ്ടുപേരും തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോയിനും ഇപ്പോൾ സ്റ്റേഷനിലിരിക്കുമ്പോൾ മറ്റൊരു കേസിന്റെ ഫയൽ വായിക്കുന്നുണ്ട്. അതിലൊരു കൊറിയൻ ലേഡി തന്നെ ഒരുത്തൻ നിർബന്ധിച്ച് വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ള പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പരാതിയിൽ പറയുന്ന ആ ഒരുത്തന്റെ വീട് സോയെ കാണാതായിട്ടുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, അതിനടുത്തായിട്ട് തന്നെയാണ്. അവന്റെ പേര് ഡോ കില്ലർ. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കുന്നതും ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ ഒന്ന് ചോദ്യം ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും ഡോ കില്ലർ എന്ന് പറഞ്ഞിട്ട് അവനെ ചോദ്യം ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ ഹീറോ അവിടേക്ക് പോകാൻ കാരണം എന്താ വെച്ചാൽ ഡോ കില്ലർ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു കൊറിയൻ ലേഡിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസുള്ളത്. അതുകൊണ്ട് ഇവൻ തന്നെയായിരിക്കാം സോയെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരും അവന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അവന്റെ വീടിനടുത്തായിട്ട് തന്നെ വേറെ മറ്റു വീടുകളൊന്നുമില്ല. അതേപോലെ തന്നെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹീറോയും പറയും അവന്റെ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഹീറോ ആ ഒരു ലോക്ക് തകർത്തിട്ട് ഇപ്പൊ അകത്തേക്ക് കയറി പോവും. അപ്പോഴാണ് ഡോ കില്ലർ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ ഒരു തോക്കുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഹീറോയിനും പെട്ടെന്ന് തന്നെ അവരുടെ ബാറ്റ് എടുത്ത് കാണിച്ചിട്ട് ഞങ്ങൾ പോലീസാണെന്ന് പറയുന്നത്. അല്ല അതിന് നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ഇവർക്കിപ്പോൾ എന്തായാലും അവന്റെ ഷെഡിൽ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള സംശയത്തിലെ അത് പരിശോധിക്കണം. അപ്പോൾ ഹീറോയും പറയും ഒരു കൊലയാളി രക്ഷപ്പെട്ടു പോയി, അവരിവിടെ ഒളിച്ചിരിക്കാനാണ് സാധ്യത, അതുകൊണ്ട് നിങ്ങളുടെ ഷെഡ് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല ഇവിടേക്ക് ആരും വന്നിട്ടില്ല എന്ന് അയാൾ പറയും. അപ്പോൾ ഇവർ പറയും ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷെഡ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറയുമ്പോൾ പോലീസ് ആയതുകൊണ്ട് തന്നെ അത് ചെയ്തു കൊടുത്തല്ലേ മതിയാവൂ. അതുകൊണ്ട് ഡോ കില്ലർ ആ ഷെഡ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരകത്തേക്ക് ചെന്ന് നോക്കുന്നതും അതിനകത്ത് ആരെയും കാണുന്നില്ല. പക്ഷെ അതിനകത്ത് ആരോ താമസിച്ചതുപോലെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അല്ല ഇവിടെ ആരാ താമസിച്ചതെന്ന് ഇവർ ചോദിക്കുമ്പോൾ തൻ്റെ കസിൻ ഇവിടെയാണ് താമസിച്ചത്, അവനുമായിട്ട് ഞാൻ വേട്ടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഹീറോയിൻ അടുത്തതായിട്ട് ആ ഒരു കൊറിയൻ ലേഡിയെ പറ്റി ചോദിക്കുമ്പോൾ അവൻ ചെറിയ രീതിയിൽ പേടിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവൻ പറയുന്നത് അന്നത്തെ രാത്രി അവരെ തനിച്ച് ഈ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കാറിൽ വരുമായിരുന്നു, നല്ലതുപോലെ മദ്യപിച്ചിരുന്നു, അങ്ങനെ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചതാണ്. പക്ഷെ അവർ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ അവരോട് മോശമായിട്ട് പെരുമാറി, പക്ഷെ അതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തില്ല എന്നവൻ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അവനെ വേറൊന്നും ചെയ്യാതെ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. അപ്പോൾ ഇവനെ സംശയിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും അവനെ പിടിക്കാൻ വേണ്ടി പോയത്. പക്ഷെ അവന്റെ ഭാഗത്തു നിന്ന് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും തിരിച്ച് കാറിൽ വരികയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് സ്റ്റേഷനിൽ നിന്നും കോള് വരുന്നു. ഇതുപോലെ സായയുടെ ശരീരത്തിൽ നിന്നും ആ ഒരു ഡ്രസ്സിൽ നിന്നും പ്രത്യേകിച്ച് DNA കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ അവളുടെ ശരീരത്തിലുള്ള ആ ഒരു മുറിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അത് ഒരു നായ കടിച്ചതാണെന്ന് കൺഫേം ആയിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അല്ല ഇപ്പോഴല്ലേ നമ്മൾ ഡോ കില്ലറിന്റെ അടുത്ത് നിന്ന് വന്നേ, അവന്റെ കൂടെയാണെങ്കിൽ ഒരു നായയുണ്ട്. അതുപോലെ അടുത്തതായിട്ട് സായയുടെ വിരലിൽ നിന്നെടുത്ത മണ്ണ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന കെമിക്കൽസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ മെത്തനോളും ടോട്ടാലിക് ആസിഡും ഉണ്ടായിരുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ഹീറോ പെട്ടെന്ന് വണ്ടി നിർത്തും. കാരണം മെത്തനോളും ടോട്ടാലിക് ആസിഡും ഇത് രണ്ടും വൈനിലുള്ളതാണ്. അതുപോലെ ഇവർ ഡോ കില്ലറിന്റെ ഷെഡിൽ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് വൈനിന്റെ കുപ്പികൾ വെച്ചതായിട്ട് ഇവർ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ കൺഫേം ആയിട്ടും ഡോ കില്ലർ തന്നെയാണ് സായയെ കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ട് ഇവർ രണ്ടുപേരും തിരിച്ച് അവന്റെ വീട്ടിലേക്ക് തന്നെ വരുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. വീട്ടിലേക്ക് വരുമ്പോൾ ഡോ കില്ലർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇതുപോലെ ഡോ കില്ലറാണ് സോയെ തട്ടിക്കൊണ്ട് പോയത്, അവനിപ്പോൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, അവൻ ഈ ഒരു നഗരം വിട്ട് വെളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം വിളിച്ച് പറയുന്നതും അത് കഴിഞ്ഞ് പോലീസ് എല്ലാം വന്നതിന് ശേഷം ഈ ഡോ കില്ലറിന്റെ ഷെഡ് ഉണ്ടല്ലോ അത് പൊളിച്ച് ഇവർ നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ ഓരോ റൂമും തുറന്ന് അടുത്ത മുറിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓരോ മുറിക്കകത്തേക്ക് ചെല്ലുമ്പോഴാണ് സായ ഉപയോഗിച്ചിരുന്ന ഒരു പാവയുണ്ട്, നോൽപാവ, അതിനെ ആ മുറിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ കൈയും കാലും കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും ആ റൂമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സായെ കെട്ടിയിട്ടത് ഇവിടെ തന്നെയാണ്. അതുമല്ല ഹീറോയിൻ ആണെങ്കിലും അതിനകത്ത് നിൽക്കാൻ പോലും കഴിയുന്നില്ല, നല്ല സ്മെല്ലുണ്ട്. വൊമിറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും. അപ്പോഴാണ് ലോക്കൽ പോലീസ് ഹീറോയിനെ വിളിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഡോ കില്ലർ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ അവൻ കാറ് നല്ല വേഗതയിൽ കൊണ്ടുവന്ന് ആക്സിഡന്റ് സംഭവിച്ചു. ഇവർ വന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും കാറിനകത്ത് അവനില്ലായിരുന്നു. പരിക്ക് പറ്റിയ അവസ്ഥയിൽ തന്നെ അവൻ രക്ഷപ്പെട്ടു പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥയിൽ അവൻ ഒരിക്കലും അധിക ദൂരം പോയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോയിനും ആ കാർ ആക്സിഡന്റ് ആയിട്ട് കിടന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിന്നും അടുത്തുള്ള കാടിനുള്ളിലേക്ക് നടന്നു പോകും. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഡോ കില്ലർ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയെ നോക്കി ഷൂട്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാണ്. അപ്പോൾ ഹീറോയും അവനെ കണ്ടു. അങ്ങനെ ഇവരടുത്തേക്ക് ചെല്ലുമ്പോൾ അവനൊരു മരത്തിന് മൂട്ടിലിരുന്നിട്ട് ഇപ്പോൾ ഇവരോട് പറയുന്നുണ്ട് ഞാൻ മരിച്ചാലും ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല, ഇതാണ് എല്ലാത്തിനും തുടക്കമെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു ഡയലോഗെല്ലാം പറഞ്ഞിട്ട് ആ തോക്കെടുത്ത് അവന്റെ തലയിലേക്ക് തന്നെ വെച്ച് സോയെ ഷൂട്ട് ചെയ്ത് അവൻ മരണപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തട്ടിക്കൊണ്ട് പോകല്ലേ ഡോ കില്ലർ എന്തായാലും ബന്ധപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും തിരിച്ച് അവന്റെ വീട്ടിലേക്ക് വന്ന് വീട് നല്ലതുപോലെ പരിശോധിക്കുന്നു. അവിടെയാണ് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. അതെന്താണെന്ന് വെച്ചാല് ഒരുപാട് പെൺകുട്ടികളുടെ ഷൂ ഉണ്ടല്ലോ അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവ സായനെ മാത്രമല്ല തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്, ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി. ഇപ്പോൾ പെൺകുട്ടികൾ എവിടെയാണ്, അവർക്ക് എന്താണ് സംഭവിച്ചത്, ഇതൊന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഹീറോയിൻ ഒരു പെട്ടിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോയ്ക്കകത്ത് ഡോ കില്ലറും അതേപോലെ തന്നെ വേറൊരുത്തനും രണ്ടുപേരും മാസ്ക് ഇട്ടിട്ട് ഫോട്ടോ എടുത്തേക്കാണ്. അപ്പൊ അത് വേറെ ആരും ആയിരിക്കത്തില്ല, അവന്റെ കസിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവര് രണ്ടുപേരാണ് വേട്ടയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞു. ആ കസിൻ ആയിരിക്കാം ഇത്. അതിലൂടെ തന്നെ ഇവർക്ക് മനസ്സിലായി ഡോ കില്ലർ ഒരിക്കലും ഈ കിഡ്നാപ്പിംഗ് ഒറ്റയ്ക്കല്ല ചെയ്തിട്ടുള്ളത്, അവന്റെ കസിനുമായിട്ട് ചേർന്നിട്ടാണ് ഇതെല്ലാം ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. അപ്പൊ അവന്റെ കസിൻ ഇവിടെ അടുത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ട് കസിനോട് ചോദിക്കാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്നറിയോ, ഡോ കില്ലറായിട്ട് താൻ ഒട്ടും സംസാരിക്കത്തില്ല, അവനോട് ഞാൻ അത്ര അടുപ്പത്തിലല്ല, അതുമല്ല അവൻ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും അവനോട് വേട്ടയ്ക്ക് പോയിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഡോ കില്ലർ ഉണ്ടല്ലോ, അവന്റെ ആ ഒരു കിഡ്നാപ്പിങ്ങിലെ അവനെ സഹായിച്ചത് ഒരിക്കലും കസിൻ അല്ലാന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പൊ ഇവർ ചോദിക്കും, ശരി വേറെ ആരോടാ അവൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും അതൊരു ട്രക്ക് ഡ്രൈവറാണ്. അതേപോലെ തന്നെ അവന്റെ അഡ്രസ്സും ഇവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറഞ്ഞ അഡ്രസ്സ് ഒരു വർക്ക്ഷോപ്പാണ്, അവിടെയുള്ള ഒരു ക്യാരവാനിലാണ് അവൻ താമസിക്കുന്നത് എന്നുകൂടി അവൻ പറയുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് ഇവർ രണ്ടുപേരും നമ്മുടെ ഹീറോയിനും നേരെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകും. അങ്ങനെ രണ്ടുപേരും ആ ഒരു വർക്ക്ഷോപ്പിൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്യാരവാനും കാണുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ഡോറിൽ നൂലിലുണ്ടാക്കിയ ഒരു പാവയും കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഇതേ പാവയാണ് സായ രക്ഷപ്പെട്ടു വന്നപ്പോൾ അവളുടെ കയ്യിലും ഉണ്ടായിരുന്നത്. അങ്ങനെ ക്യാരവാനകത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരും അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പോൾ ഹീറോ അതിന്റെ ആ ഒരു ഡോർ തുറക്കുന്നതും പെട്ടെന്ന് ക്യാരവാനകത്തുള്ള ഒരു സിലിണ്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നു. ഇത് കാണുമ്പോൾ ഹീറോ പെട്ടെന്ന് ഹീറോയിനെ വിളിച്ച് ഓടി വന്ന് താഴേക്ക് വീഴുന്നതും 10 സെക്കൻഡിനകത്ത് തന്നെ ആ ക്യാരവാൻ പൊട്ടിത്തെറിയുകയും ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ആ ഒരു ട്രക്ക് ഡ്രൈവറിനെ ഇവർ രണ്ടുപേരും അവിടേക്ക് വരുമെന്നുള്ള കാര്യം നേരത്തെ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ ഈ കാര്യം കമ്മീഷണർ മനസ്സിലാക്കുന്നതും മൊത്ത ടീമും ഇവിടേക്ക് വന്ന് റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതുമല്ല സായയുടെ കേസ് അന്വേഷിക്കുന്ന ആ ഒരു പോലീസുകാരുണ്ടല്ലോ ജോൺ, അയാളും ഇവിടേക്ക് വരുന്നുണ്ട്. ആ പോലീസുകാരൻ വന്നിട്ട് സാർ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കമ്മീഷണർ പറയും ഈ സ്ഥലത്തേക്ക് ആരെയും വരാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നതും ഇപ്പോൾ ഹീറോയിൻ കമ്മീഷണറിനോട് ആ ഒരു ട്രക്ക് ഡ്രൈവർ ഉണ്ടല്ലോ അയാളെ പറ്റിയുള്ള കാര്യം പറയും. അങ്ങനെ അവനെ പറ്റി നോക്കുമ്പോഴാണ് ട്രക്ക് ഡ്രൈവർ ഒരുപാട് ഡ്രഗ് കടത്തല്ലേ അതേപോലെ തന്നെ ഡ്രഗ് യൂസ് ചെയ്തു ഈ കേസിലെല്ലാം പിടിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇവൻ ഇറാഖിലാണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് ഒരുപാട് കേസുകൾ കാരണമാണ് അവൻ ഈ നാട്ടിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയതായിട്ട് എന്തെങ്കിലും കേസുണ്ടോ ഇല്ലയെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാന്ന് ആ കമ്മീഷണർ പറയും. അങ്ങനെ ഈ വാനിനകത്ത് തീയെല്ലാം അണച്ചതിന് ശേഷം ഇവരെല്ലാവരും അകത്തേക്ക് ചെന്നിട്ട് ഓരോന്ന് പരിശോധിക്കുമ്പോഴാണ് ഹീറോയിൻ ഒരു ന്യൂസ് പേപ്പർ കിട്ടുന്നത്. അതിനകത്താണെങ്കിലോ ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ട്. എല്ലാവരുടെയും ഫോട്ടോ ഒരേ പാറ്റേണിൽ എടുത്തതുപോലെ. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരെയും അവൻ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. ഇവർ ഇത്രയും നേരം വിചാരിച്ചിരുന്നത് ഇവർ പെൺകുട്ടികളെ മാത്രമാണ് തട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, കാരണം ഈ ഫോട്ടോയിലെ 2 ആൺകുട്ടികളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സാധാരണ മിസ്സിംഗ് കേസല്ല, ഇതൊരു വലിയ കേസാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ 4 പേരെ പറ്റി ഇവർ അന്വേഷിക്കുകയാണ്. അതിൽ ആദ്യത്തെ പെൺകുട്ടിയെ കാണാതായിട്ട് 15 മാസമായി, രണ്ടാമത്തെ പെൺകുട്ടിയെ കാണാതായിട്ട് 12 മാസം, മൂന്നാമത്തെ പെൺകുട്ടിയാണെങ്കിലോ 9 മാസം, അത് കഴിഞ്ഞുള്ള മിസ്സിംഗ് ആണെങ്കിൽ 6 മാസം. അപ്പൊ ഇതിലൂടെ തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി, ഓരോ 3 മാസം കൂടുമ്പോഴാണ് ഇവർ ഓരോരുത്തരായിട്ട് തട്ടിക്കൊണ്ട് പോകുന്നത്. അതുപോലെ ഇപ്പോൾ സായെ തട്ടിക്കൊണ്ട് പോയിട്ടും 3 മാസം കഴിഞ്ഞിരുന്നു. മറ്റുള്ളവരെ പോലെ എന്തായാലും സായപ്പെട്ടില്ല, അവൾ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു. അതേപോലെ തന്നെ ഇവർ ആ ഒരു ഫോട്ടോ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ചടങ്ങ് ചെയ്തതുപോലെയും ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കമ്മീഷണർ പറയും ഓക്കെ, ഈ കുട്ടികളുടെ മാതാപിതാക്കളോട് ഈ കാര്യം ഇപ്പോഴേ പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുമ്പോഴാണ് ഒരു ലേഡി ഓഫീസർ അവിടേക്ക് വന്ന് സാർ ആ ട്രക്ക് ഡ്രൈവറിന്റെ ട്രക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോയിനും ആ ട്രക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. കഴിഞ്ഞ തവണ ആ ഒരു വാനിലെ ബോംബ് വെച്ചതുപോലെ ഇതിനകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ച് പേടിച്ചാണ് അത് തുറക്കുന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ട്രക്കിനകത്തേക്ക് കയറി നോക്കുമ്പോൾ വേറെ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടല്ലോ, അതുപോലെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രക്ക് ഉപയോഗിച്ചിട്ടാണ് ഓരോരുത്തർ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് എന്നിവർക്ക് മനസ്സിലായി. അതുമല്ല ഡോ കില്ലറിന്റെ കസിനായിട്ടുള്ള ഒരു തന്നെ ഇവർ പോയി ചോദ്യം ചെയ്തിരുന്നല്ലോ, അവനോട് ചോദിച്ചാലും മനസ്സിലായത് ഡോ കില്ലറും ട്രക്ക് ഡ്രൈവറും ഇവർ രണ്ടുപേരും വേട്ടയ്ക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ട്രക്ക് ഡ്രൈവറിനെ ഒരു ചേട്ടനുണ്ടെന്നും അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അടുത്തായിട്ട് പോകുന്നത് ആ ഒരു ട്രക്ക് ഡ്രൈവറിന്റെ സഹോദരനുണ്ടല്ലോ ചേട്ടൻ, അയാളുടെ അടുത്തേക്കാണ്. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെ ഉണ്ടാവുമെന്ന് അറിയാം. അങ്ങനെ ഇവർ രണ്ടുപേരും ഡ്രൈവറിന്റെ അണ്ണനെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അയാൾ ആദ്യം കുറച്ച് അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. ഹീറോ അങ്ങനെ കഴുത്തിൽ പിടിച്ചിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത്രയല്ലൊന്നും പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അയാളെ പേടിച്ചിട്ട് അവസാനം ഡ്രൈവർ എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം പറയും. അവൻ സാധാരണ പോകുന്നത് കാടിനടുത്തായിട്ട് ഒരു പഴയ വീടുണ്ട്,
അവിടെയായിരിക്കും അവൻ താമസിക്കുന്നത് എന്നുള്ള ആ ഒരു ഹിന്റ് കൊടുക്കുന്നതും ഇവർ രണ്ടുപേരും പോലീസുകാരെയും കൂട്ടി നേരെ ആ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ കാടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ ഡ്രൈവറിന് എന്തോ ഇവർ വന്നെന്ന് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ ഈ പോലീസുകാരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇത്തവണ ഹീറോയുടെ കൂടെ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ഡ്രൈവറിന് ഒറ്റയ്ക്ക് എല്ലാവരെയും ഷൂട്ട് ചെയ്യാണ്ട് കഴിയുന്നില്ല. ഒരുപാട് നേരം ഷൂട്ട് ചെയ്ത് അവൻ്റെ തോക്കിലെ ബുള്ളറ്റെല്ലാം കഴിയുമ്പോൾ അവൻ തനിയെ എഴുന്നേറ്റ് സറണ്ടർ ആവുന്നു. ഇപ്പോൾ ഡോഗ് കില്ലർ മരിക്കുന്ന സമയത്ത് ഇവരോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇതെന്നോടൊപ്പം അവസാനിക്കാൻ പോകുന്നില്ല, ഇപ്പോഴാണ് ഇതെല്ലാം തുടങ്ങുന്നതെന്ന്. അതേ ഡയലോഗ് തന്നെ ഡ്രൈവറും പറയുന്നുണ്ട്, എന്നെ പിടിച്ചാൽ ഒരിക്കലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല, ഇതിവിടെ വെച്ചെല്ലാം തുടങ്ങുകയാണെന്ന്. അങ്ങനെ ഹീറോ അവൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് മെഴുകുതിരികൾ, പിന്നെ ഒരു കല്ലിലുണ്ടാക്കിയ വലിയ ബെഞ്ച്, അതിലൊരാളെ കെട്ടിയിടുന്നത് പോലെ ചങ്ങലകൾ, കൂടാതെ ചടങ്ങ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിമ്പലുകൾ, മറ്റു കാര്യങ്ങളെല്ലാം. അങ്ങനെയാണെങ്കിൽ ഈ തട്ടിക്കൊണ്ട് പോകലുകളെല്ലാം ഏതോ ഒരു ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിവർക്ക് മനസ്സിലായി. ഇപ്പം അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ വെച്ച് ഡ്രൈവറിനോട് ഇവർ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ടീനേജറായിട്ടുള്ള പെൺകുട്ടികൾ, അവരെ എല്ലാവരെയും എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയും, അവരെ എല്ലാവരെയും ദൈവത്തിന് കാണിക്കയായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓ, അപ്പോൾ സായനെ നിങ്ങൾ ബലി കൊടുക്കാനായിട്ടായിരുന്നു തീരുമാനിച്ചത്? അതേന്ന് ഡ്രൈവർ പറയും. പക്ഷേ ഡോഗ് കില്ലർ അവൻ കാരണമാണ് അവൾ രക്ഷപ്പെട്ടത്. അവൾക്ക് എന്തോ ശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് അവൾ രക്ഷപ്പെട്ട് ഓടിയത് എന്ന് ഈ ഡ്രൈവർ പറയും. കൂടാതെ ഡ്രൈവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവൻ ഒരിക്കലും ഇത് തനിയല്ല ചെയ്തിട്ടുള്ളത്, പ്രൊഫറ്റ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരാൾ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും അവൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊഫറ്റ് എന്ന് പറയുന്നവർ ഈ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് മുകളിലായിട്ട് ഹെഡായിട്ട് ഒരാളുണ്ട്. അതാരാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതൊരിക്കലും പറയത്തില്ല എന്ന് ഇവൻ പറയും. അപ്പോൾ ഹെഡിനെ തൂങ്ങിക്കഴിഞ്ഞാലേ ഇതെല്ലാം ഇവിടെ അവസാനിക്കത്തുള്ളൂ എന്ന് ഹീറോയ്ക്ക് എന്തായാലും മനസ്സിലായി. അപ്പോൾ ഡ്രൈവർ പറയും, നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ഹെഡിനെ പിടിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ശരി, നിങ്ങളുടെ ഹെഡ് ആരാണെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം എന്ന് അവനോട് സംസാരിച്ച് നോക്കുന്നുണ്ടെങ്കിലും എന്തു പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇവരെല്ലാം നരബലി കൊടുക്കുന്ന രീതിയിൽ ദൈവത്തിനെ ആരാധിക്കുന്നവരാണ്. ഈ മതഭ്രാന്ത് ഭയങ്കരമായിട്ട് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇവർ പിന്മാറാൻ പോകുന്നില്ല. ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുത്താലും അത് സന്തോഷമായിട്ട് ഇവർ സ്വീകരിക്കും. അതുകൊണ്ടൊന്നും ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ പുറത്തേക്ക് പോകുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഹെഡ് ഇതുവരെയും ആ കാര്യങ്ങളൊന്നും ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ഇനിയും പെൺകുട്ടികളെയോ അല്ലെങ്കിൽ ആൺകുട്ടികളെയോ തട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിന് നേരെ പോകുന്നത് സായനെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഇവർ സംശയിക്കുന്നത് രണ്ടുപേരെ, ഒന്ന് ഡോഗ് കില്ലർ, അതേപോലെ തന്നെ ഡ്രൈവർ. അതിൽ ഡോഗ് കില്ലർ മരിച്ചു, ഡ്രൈവറുണ്ട്. പക്ഷേ മൂന്നാമതൊരാളുണ്ടെന്ന് ഡ്രൈവറായിട്ട് തന്നെ പറഞ്ഞിരുന്നു. അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരാളുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സായയോട് ചോദിക്കാൻ വേണ്ടി. അവളെ പോയി കണ്ടിട്ട് ഡോഗ് കില്ലറും അതേപോലെ തന്നെ ഡ്രൈവർ രണ്ടുപേരുടെ ഫോട്ടോ കാണിച്ച് ഇവരാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയും. ഓക്കെ മോളെ, നിന്നെ മൊത്തമായിട്ട് എത്ര പേരെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ സായ 3 എന്ന് പറഞ്ഞ് വിരലിങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഡ്രൈവർ പറഞ്ഞത് ശരി തന്നെയാണ്, ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഹെഡ് ഉണ്ട്. അവൻ അടുത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതിന് മുന്നേ തന്നെ അവനെ കണ്ടുപിടിച്ചേ മതിയാവും. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഇവർ രണ്ടുപേരും കാറിൽ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഈ ഹോസ്പിറ്റലിന് വെളിയിലായിട്ട് തന്നെ ഓടിയിട്ടിട്ട് ഒരുത്തൻ ഇവർ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവൻ തന്നെ ആയിരിക്കും ആ ഹെഡ്. അതുമല്ല, ഇവർ രണ്ടുപേരും ഡ്രൈവറിനോട് സംസാരിക്കുമ്പോൾ ഡ്രൈവർ പറഞ്ഞിരുന്നു, ഹീഡി എന്ന് പറഞ്ഞിട്ടൊരു ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ ഈ നരബലിയെല്ലാം ചെയ്യുന്നത്, ആ ദൈവത്തിനാണ് ഇവർ ആരാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ ദൈവത്തിനെ ആരാധിക്കുന്നവർ മാത്രമേ നരബലിയും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അതുമല്ല, നരബലി ചെയ്യുന്നതോ ഒരു പ്രീസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ അന്വേഷിക്കുന്ന ആളുണ്ടല്ലോ, അവരുടെ ഹെഡ് എന്ന് പറഞ്ഞിട്ട്, അയാൾ എന്തായാലും ഒരു പ്രീസ്റ്റ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി. അവൻ എന്തായാലും ഒരു സൈക്കോ പ്രീസ്റ്റ് ആണ്. കൂടാതെ ഈ കിഡ്നാപ്പിംഗ് പാറ്റേൺ 3 മാസത്തിലൊരിക്കലാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സായയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പോൾ 3 മാസം കഴിയാൻ വേണ്ടി 2 ദിവസം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ ആ ഒരു നരബലി അത് നടക്കാൻ വേണ്ടി ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അതിനു മുന്നേ ഈ 2 ദിവസം മാത്രമേ ഉള്ളൂ ഇവർക്ക് ആ ഒരു പ്രീസ്റ്റിനെ പിടിക്കാനായിട്ടും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും മഴയത്ത് ഒരു പെണ്ണ് തൻ്റെ കാറിനടുത്തേക്ക് നടന്നു പോകുന്നതും അവളുടെ പിറകെ തന്നെ ആ ഹോടിയിട്ടവൻ നിൽക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അടുത്ത നരബലിക്ക് വേണ്ടി ഈ പെണ്ണിനെയാണ് അവൻ തട്ടിക്കൊണ്ട് പോകുന്നത്. അതേസമയം ഹീറോയിൻ, ഡോഗ് കില്ലറും അതേപോലെ തന്നെ ഡ്രൈവർ, ഇവരുടെ രണ്ടുപേരുടെയും കോൾ ഹിസ്റ്ററി ഉണ്ടല്ലോ, അത് നോക്കുമ്പോൾ രണ്ടുപേർക്ക് റിപ്പീറ്റ് ആയിട്ട് ഒരു നമ്പറിൽ നിന്നും കോൾ വന്നിട്ടുണ്ട്. ആ നമ്പറിന്റെ യഥാർത്ഥ ഉടമയാണെങ്കിലോ 2015 തന്നെ മരണപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ അവൻ അത്രയും പ്ലാനിങ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്ത് കഴിഞ്ഞാലും സിം അഡ്രസ്സ് കാണിക്കുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അത്രയും ബുദ്ധിയോടെയാണ് ആ ഹെഡ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോഴാണ് ഹീറോ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണുന്നത്, ഡോഗ് കില്ലറും ആ ഡ്രൈവറും കുട്ടിക്കാലത്ത് ഒരുമിച്ചെടുത്തിരുന്നൊരു ഫോട്ടോ. അതിലൂടെ തന്നെ ഇവർ രണ്ടുപേരും കുട്ടിക്കാലം മുതൽ തന്നെ ഒരുമിച്ചായിരുന്നു വളർന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അതുമല്ല, ഇതെല്ലാം കണ്ടിട്ട് ഹീറോയിന് നല്ല ടെൻഷൻ ആവുന്നുണ്ട്, കാരണം ഈ കേസ് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ ഹീറോ പറയും, ഏയ് ടെൻഷൻ അടിക്കാതെ, നമുക്ക് ഏതായാലും ഒരു കോഫി കഴിച്ചിട്ട് ബാക്കി വന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും
ഹീറോയിൻ അകത്ത് നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴാണ് ഈ സ്റ്റേഷന് വെളിയിൽ ഓടിയിട്ടാവാൻ നിൽക്കുന്നു. ഇത് കണ്ട ഹീറോയിന് മനസ്സിലായി ഇത് തന്നെയാണ് ആ കൊലയാളിയെന്ന്. അതുകൊണ്ട് ഹീറോയിൻ പെട്ടെന്ന് താഴേക്ക് വരുന്നതും ഇവൻ ഹീറോയിനെ കാണുമ്പോൾ അവിടെ നിന്ന് ഓടും. ഹീറോയിൻ പുറകെ പോയിട്ട് തോക്കെടുത്ത് കാണിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നതും പിന്നീടാണ് മനസ്സിലാവുന്നത് ഓടിയിട്ടത് ഒരാണല്ല, അതൊരു പെണ്ണാണെന്ന്. അപ്പോൾ ഹീറോയിൻ അവളുടെ ID കാർഡ് എടുത്ത് പരിശോധിച്ചിട്ട് അല്ല ഈ സമയത്ത് നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടത്തില്ല. അപ്പോൾ ഹീറോയിൻ പറയും ശരി നീ വീട്ടിലേക്ക് പോയിക്കോന്നും പറഞ്ഞ് ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് പോയതാണോ ഹെഡെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സോയുള്ള ഒരു ഹോസ്പിറ്റലുണ്ടല്ലോ അതിന് വെളിയിലാണ് പോലീസുകാരെല്ലാവരും നിൽക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ ആ ഒരു കൊലയാളി തട്ടിക്കൊണ്ടുപോയ ആ ഒരു പെണ്ണ് ഇതേ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണ്. ആ പെണ്ണിന്റെ കാറിൽ തന്നെയാണ് അവളെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഈ സ്ഥലത്തുള്ള CCTV ക്യാമറകളുണ്ടല്ലോ അതെല്ലാം പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ സ്ഥലത്ത് നിന്നും ഒരു ടൈ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇതേ ടൈ ആ ട്രക്കിനകത്ത് നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹെഡ് തന്നെയാണ് കിഡ്നാപ്പിംഗ് നടത്തിയിട്ടുള്ളത്. കൂടാതെ അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ നരബലി നടക്കുന്നതിന് മുന്നെയെങ്കിലും അവരെ പിടിച്ചേ മതിയാവൂ. അതിനുള്ള ഒരേ വഴി ആ ഡ്രൈവറിനെ അടിച്ചിട്ട് അവന്റെ വായിൽ നിന്നും ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. അതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് കമ്മീഷണർ ഇല്ലാത്ത സമയത്ത് സ്റ്റേഷനിൽ വന്ന ഹീറോ ഡ്രൈവറിനെ അവിടെ നിന്ന് നേരെ അവന്റെ സ്ഥലമുണ്ടല്ലോ അവൻ താമസിച്ചിരുന്ന അവിടേക്ക് തന്നെ കൊണ്ടുപോകും. അവിടെ കൊണ്ടുവന്ന് അവനെ അടിച്ച് പല രീതിയിൽ അവനെ ടോർച്ചർ ചെയ്യും. എന്നിട്ട് അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ അപ്പോഴും സത്യം പറയാൻ തയ്യാറല്ല. എന്ത് ചെയ്തിട്ടും ആ ഹെഡിന്റെ പേര് അവൻ പറയുന്നത് പോലുമില്ല. അവസാനം ഹീറോ അവന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്യും. എന്നാലും ഡ്രൈവർ ചിരിക്കുന്നതല്ലാതെ വേറൊന്നും പറയുന്നില്ല. അപ്പൊ അതിനു മുന്നേ തന്നെ ആ ഒരു കമ്മീഷണർ അവിടേക്ക് വന്നിട്ട് ഹീറോ ചെയ്യുന്നതെല്ലാം നിർത്തലാക്കിയിട്ട് ഹീറോയെ പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്നു. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഹീറോ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ സായി ഉണ്ടല്ലോ അവളുടെ ഡോക്ടർ സായിയുടെ അമ്മയോട് സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ സായിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ ആളെ പറ്റി നല്ലതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വേറെ ഒന്നല്ല, ഈ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിനെ തന്നെയാണ് അവർ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് സായിയോട് എനിക്ക് സംസാരിക്കണം എന്ന് അവളുടെ അമ്മയോട് ചോദിക്കുമ്പോൾ സെൽഫിഷായിട്ട് അവർ പറയും ഇല്ല എന്റെ മകളെ ശല്യം ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതും ഇപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ സായിയുടെ മുതുക ശ്രദ്ധിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഓരോരുത്തരെ നരബലി കൊടുക്കാനുള്ള ആ സ്ഥലത്ത് ഇതുപോലുള്ള ഒരു സിമ്പല് അവിടെ ഉണ്ടായിരുന്നു. ഈ കാര്യം ഇപ്പോഴാണ് ഡോക്ടർ മനസ്സിലാക്കിയത്. ഇത് കാണുന്നത് ഡോക്ടർ നല്ലതുപോലെ ഷോക്കാവും. അതേസമയം ഈ സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ കമ്മീഷണർ ഓഫീസിൽ അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോയെ സസ്പെൻഡ് ചെയ്തല്ലോ ആ ദേഷ്യത്തിൽ അവൻ ബാഗ് എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ നോട്ടീസ് ബോർഡ് ഒരു തവണ കൂടി ഹീറോ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അതിലിപ്പോൾ അവസാനമായിട്ടും തട്ടിക്കൊണ്ടുപോയ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമത്തിലാണ് ഹീറോ നോക്കുന്നത്. അതുമല്ല അതിലുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരാളെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അയാളുടെ കഴുത്തിലുള്ള ഒരു ചെയിനും ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കാണുന്നതും ഹീറോയ്ക്ക് ഒരു കാര്യം എന്തോ മനസ്സിലായെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ ഫോട്ടോയിലുള്ള അയാൾ തന്നെയായിരിക്കും ഹെഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഫോട്ടോ എടുത്തിട്ട് 10-25 വർഷമായിട്ടുണ്ട്. ഇപ്പൊ അയാൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് മാത്രമേ അവിടേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഹീറോ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഹീറോ അവന്റെ ഫോട്ടോ എടുത്തു വെച്ച് ഇപ്പോൾ നൈറ്റ് ടൈമിൽ പെട്രോളിങ്ങിന് ഇറങ്ങിയ ആ ഒരു പോലീസുകാരൻ ജോൺ ഉണ്ടല്ലോ അയാളെ വഴിയിൽ വെച്ച് കാണുന്നതും ഈ ഫോട്ടോ കാണിച്ചിട്ട് അല്ല ഇയാളെ നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതെ ഇയാൾ എനിക്കറിയാം, ഇയാളെ പ്രൊഫറ്റ് എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ഡ്രൈവറും ഇയാളെ പ്രൊഫറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹീറോ ജോണിനോട് ചോദിക്കും ഇയാളുടെ അഡ്രസ്സ് അറിയാവോന്ന്. ജോൺ പറയും അതെ അറിയാന്ന് പറയുന്നതും അതോടൊപ്പം ജോൺ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഹെഡിനെ കണ്ടിട്ട് ഞാൻ ഒരുപാട് നാളായി, പക്ഷെ അയാളുടെ അച്ഛൻ എവിടെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അയാളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഹീറോയെ ഹെഡിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവര് രണ്ടുപേരും അവിടേക്ക് പോകുമ്പോൾ ഇവിടെ ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടർ ഇപ്പോൾ ഹീറോയിനെ ഇവിടേക്ക് വിളിച്ചു വരുത്താണ്. എന്നിട്ടാണ് സായിയുടെ മുതിയിൽ കണ്ട ആ ഒരു സിമ്പലിനെ പറ്റി ഹീറോയിനോട് പറയുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതേ സിമ്പല് ഇതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കണ്ടെന്ന് ഈ ഡോക്ടർ പറയും. അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് പറയുന്നതും ഓക്കെ ആ പെണ്ണിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ലിദിയ എന്ന് പറയും. അപ്പൊ ആ പെണ്ണ് വേറെ ആരുമല്ല, ഹീറോയിൻ സ്റ്റേഷന് വെളിയിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ ചോദ്യം ചെയ്തിരുന്നല്ലോ അതേ പെണ്ണ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ലിദിയ സ്റ്റേഷനിൽ വെച്ചിട്ട് ഹീറോയിനോട് എന്തോ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഹീറോയിൻ അത് വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല. അതേസമയം ഹീറോയെ കാണിക്കുമ്പോൾ ആ ജോൺ എന്ന് പറഞ്ഞ പോലീസുകാരനായിട്ട് ഹെഡിന്റെ അച്ഛന്റെ വീട്ടിലേക്കാണ് ഇവർ രണ്ടുപേരും വരുന്നത്. അതുമല്ല ഈ വീട് വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ താൻ എവിടെയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോയിന് അത് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ ആ വീടിനകത്തുള്ള ഓരോ മുറികളായിട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരു റൂമില് കട്ടിലായിട്ട് ഒരു ഡെഡ് ബോഡി, അത് കംപ്ലീറ്റ് ആയിട്ടും അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ.
ഒരുപക്ഷെ ഇത് ഹെഡിന്റെ അച്ഛനായിരിക്കാം. നോക്കാനോ ആരുമില്ലാതെ, ശരീരം പോലും മാറ്റാൻ ആരുമില്ലാതെ ഇവിടെ കിടന്ന് മരിച്ചതായിരിക്കാം എന്ന് ഹീറോ മനസ്സിലാക്കിയിട്ട് ഹീറോയ്ക്ക് അത് കണ്ട് സഹിക്കാൻ കഴിയാതെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ലിദിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ ചോദ്യം ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അവളോട് ചോദിക്കും, നിന്റെ ചെസ്റ്റിലുള്ള ആ ഒരു സിമ്പൽ എങ്ങനെയാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ലിദിയ പറയുന്നത് അവൾക്ക് 17 വയസ്സുള്ളപ്പോൾ തന്നെ അവള് വീട് വിട്ട് ഓടിപ്പോയിരുന്നു. അങ്ങനെ അവള് വരുമ്പോൾ അവൾ കുറച്ച് പയ്യന്മാരായിട്ട് ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. അതിലൊരു പയ്യനാണ് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിന്നെ നരബലി ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞ് അവൾക്ക് ആ ഒരു സിമ്പൽ കൊടുത്തത്. അതുപോലെ ആ പയ്യനെ എല്ലാവരും പ്രൊഫറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. പ്രൊഫറ്റ് അവളെ കൊല്ലാനായിട്ട് വരുന്ന ആ സമയത്ത് വേറെ ഏതോ ഒരു പയ്യൻ വന്ന് ലിദിയെ രക്ഷപ്പെടുത്തുമായിരുന്നു. ഇപ്പൊ പ്രൊഫറ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഹെഡ് തന്നെയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ശരി ആ ഹെഡിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും രാമു. അവിടെയാണ് നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത ആ ഒരു ഒന്നൊന്നര ടെസ്റ്റ്. രാമു എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ ആരുമല്ല, ഇൻസ്പെക്ടർ ജോൺ ഉണ്ടല്ലോ, അവൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിലും നമ്മുടെ ഹീറോ ഉള്ളത് ആ ഒരു ഇൻസ്പെക്ടറിന്റെ കൂടെ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹീറോയിൻ ഈ കാര്യം ഹീറോയോട് വിളിച്ചു പറയും. ഹീറോ ഇതേ കാര്യം കേട്ടിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ നിന്ന് ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, മെയിൻ വില്ലൻ ഹെഡ്, അവൻ ഇപ്പോൾ നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ മരിച്ചു പോകുന്നതും ഹീറോ എന്തായാലും അവൻ പോയിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ ഹീറോയിൻ അയച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടേക്ക് വരികയാണ്. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ഹീറോ മരിച്ചെടുക്കുന്നത് കണ്ട് ഹീറോയിൻ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നത്, മേഡം ഈ വഴിയെ ഒരു തുരങ്ക പാതയുണ്ട് എന്ന് പറയുന്നതും ഇവർ ആ ഒരു തുരങ്ക പാതയുണ്ടല്ലോ അതുവഴി അപ്പുറത്തേക്ക് പോവാണ്. എന്തായാലും ആ ഒരു ഇൻസ്പെക്ടർ ജോൺ ആണ് കൊലയാളിയെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ അതുവഴി ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും അവസാനമായിട്ട് തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ, ആ നേഴ്സിനെ കെട്ടിയിട്ടിട്ടുള്ളത് ഈ സ്ഥലത്താണ്. അവർ കരയുന്ന ശബ്ദം നല്ലതുപോലെ കേൾക്കാൻ കഴിയും. അങ്ങനെ അവിടേക്ക് നമ്മുടെ ഹീറോയും വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ പെണ്ണിനെ ഒരു കുരിശിൽ തറച്ചതുപോലെ അവിടെ കെട്ടിയിട്ടേക്കുന്നു. ഹീറോയും മുന്നിലേക്ക് ഒന്ന് തൂക്കുകൊണ്ട് നിൽക്കുന്നതും ജോൺ ഇപ്പോൾ ഹീറോയിനെ ഷൂട്ട് ചെയ്യും. ഹീറോയിൻ പെട്ടെന്ന് താഴേക്ക് വീഴുന്നതും ജോൺ അങ്ങനെ സന്തോഷിച്ച് ഹീറോയിന്റെ അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ എഴുന്നേറ്റ് ആ വില്ലനെ ഒരുപാട് തവണ ഷൂട്ട് ചെയ്ത് അവനെ അങ്ങ് കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടീനെ രക്ഷപ്പെടുത്തി. അപ്പൊ സത്യത്തില് ഇവരെന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്നറിയോ? നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ കഥ നടക്കുന്നത് ഒരു കൊറോണ ടൈമിലാണെന്ന്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ദേഷ്യക്കാരനാണ് ഈ കൊറോണ വന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദൈവത്തിന്റെ ദേഷ്യം അടക്കാൻ വേണ്ടി ഈ കൊറോണ മാറാൻ വേണ്ടിയിട്ടുമാണ് ഇവൻ ഇതുപോലെ ദൈവത്തിന് ബലി കൊടുക്കാനായിട്ട് ഒരുപാട് പേരെ ചൂസ് ചെയ്ത് അവരെ കൊന്നത്. ഇതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മൂവി? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.